ഹലോ ഗൈസ്, ഇന്നലെ ഒരു യാത്രാവേളയിൽ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ് പിന്നെ ഇവിടെ മൊത്തം ഒരു ലൈറ്റായിട്ട് കണ്ടിട്ട് എന്താണ് സംഭവം എന്ന് വെച്ചാൽ സുഹൃത്തിനോട് സുഹൃത്ത് പറഞ്ഞു, എടാ അവിടെയാണ് വൈറൽ ഗായകനുള്ളത് എന്ന് പറഞ്ഞത്. പക്ഷേ വൈറൽ ഗായകനെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. പക്ഷേ ആ വൈറൽ ഗായകനുള്ള ഒരു നിൽക്കുന്ന കുറേ ഷോപ്പുകളുടെ ഒരു ഗല്ലി, റമദാൻ ഗല്ലി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഇന്നലെ അവിടെ ജസ്റ്റ് ഒന്ന് ഒരു 5-10 മിനിറ്റ് ഒന്ന് നിന്ന് എന്താണ് കാര്യങ്ങൾ എന്നുള്ളതൊന്ന് വീക്ഷിച്ച് തിരിച്ച് വരുന്ന സമയത്താണ് ഒരു ഫാമിലി അങ്ങോട്ട് പോകുന്നത്. ഒരുപാട് ഫാമിലീസും കാര്യസും എല്ലാം അവിടെ വരുന്നുണ്ട്. ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ അവിടെ ഭയങ്കര സന്ദർശകരായിട്ട് മാറിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ പോയി തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞാൽ ഇപ്രാവശ്യത്തെ റമദാൻ ഇവർ കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഭയങ്കര ചിരിക്കുന്നത്. ചിലപ്പോൾ നമ്മളൊരു പരിഹസിക്കുന്ന രീതിയിലൊക്കെ വന്നത്. കാരണം അവർക്കും കൂടിയും അത് കേട്ടപ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ടാകും. കാരണം റമദാൻ്റെ പവിത്രത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലരും ഇത്തരം കടകളെല്ലാം പ്രതീക്ഷിച്ചിട്ട് പല നാടുകളിൽ നിന്നൊക്കെ വന്നിട്ട് റമദാൻ, കാരണം നമ്മളൊക്കെ പള്ളിയിൽ നിന്ന് ഇശാവും തറാവിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പലരും പുറത്തേക്ക് ഇറങ്ങുക. ഇല്ലെങ്കിൽ അത്യാവശ്യം അർജൻറ്റുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തിറങ്ങൂ. ഇല്ല, നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടാണ്. പക്ഷേ അതൊന്നും ചിലപ്പോൾ ഈ അങ്ങനെ കരുതിയിട്ടായിരിക്കും കേട്ടോ, എന്താണെന്നറിയില്ല. അപ്പോൾ ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന സ്ഥലം തന്നെയാണ്. ഒരുപാട് സ്റ്റാളുകളുണ്ട്, ഒരുപാട് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കഴിക്കാൻ വരുന്നവർ നിങ്ങളെ ആരോഗ്യത്തിനും കൂടി നല്ലതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് കഴിക്കുക. അപ്പോൾ നമ്മൾ ഒരു കടക്കാരനും നമ്മൾ ആരെയും നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാളും വിട്ടിട്ട് പിന്നെ ഇടുന്നതല്ല എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് കഴിക്കുക. അപ്പോൾ ഞങ്ങളൊരു വൈറൽ ഗായകൻ ഉണ്ട് എന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ കാണാമെന്ന് വിചാരിച്ച് ഒന്ന് ജസ്റ്റ് കാണാം എന്നുള്ള രീതിയിലാണ് കുറച്ച് നേരം അവിടെ നിന്നത്. ആകെ ഒരു 10-15 മിനിറ്റ് ഒന്ന് നിന്ന് ടൈം പാസിന്. കാരണം കുറേ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നപ്പോൾ അങ്ങനെ പോകുന്ന ബൈക്കൊന്ന് നിർത്തി ഒന്ന് പോയി എന്നുള്ളൂ. കാരണം അധികം സമയം നമുക്ക് അവിടെ നിൽക്കാനുള്ള സമയമല്ല, നമ്മളെ ഏരിയയല്ല. അപ്പോൾ അതുകൊണ്ടാണ്. എന്തായാലും ഇങ്ങനത്തെ സ്പോട്ടുകളൊക്കെ നിങ്ങൾ എന്തായാലും പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് ഹെൽത്തിന് ഓക്കെ ആണെങ്കിൽ മാത്രം കഴിക്കുന്ന ഫുഡുകൾ മാത്രം കഴിക്കുക. റമദാൻ്റെ പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും, കാരണം ഒരു റമദാനിന് മാത്രമുള്ള സ്പോട്ടായിരിക്കില്ല, അതിനുശേഷവും കച്ചവടവും ഇങ്ങനെ ഒരു സംഭവമാണ് പിന്നീട് ക്ലിക്കായിട്ടൊക്കെ വരിക. എന്തായാലും എല്ലാവരുടെയും കച്ചവടത്തിൽ നല്ല ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ സ്പോട്ടുകൾ നിങ്ങൾ പോകണം, സന്ദർശിക്കണം. അത് നിങ്ങളുടെ ടൈമും കാര്യങ്ങളെല്ലാം ഒത്തുചേരുന്ന ഒരു സമയത്ത് പോലും നിങ്ങൾ സന്ദർശിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം കൂടി ഈ കമൻറ്റിൽ എൻ്റെ ഭാഗത്ത് ചിലപ്പോൾ എൻ്റെ വാക്കുകളിൽ തെറ്റങ്ങ് കാര്യങ്ങളും ഉണ്ടാവും എന്നുള്ളതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമിക്കണം എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.